മാധു, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് കന്യാസ്ത്രീകളെ അല്ല, മറിച്ച് ഇന്ത്യയുടെ മതേതര ഭരണഘടനയാണ് വർഗീയവാദികളായ കുറേ പേര് ചേർന്ന് ഛത്തീസ്ഗഡിൽ വിചാരണ ചെയ്തതും റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നതും എന്ന് പറയാതെ വയ്യ. കാരണം കത്തോലിക്ക സഭയോ കത്തോലിക്ക മിഷണറിമാരോ കന്യാസ്ത്രീമാരോ വൈദികരോ ആരെയും മതപരിവർത്തനം ചെയ്തുകൊണ്ടല്ല ഇന്നുവരെയും കത്തോലിക്ക സഭ നിലനിർത്തിയിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. 70-80 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്ത് ഇന്ത്യയിൽ 2.3% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഇടത്ത് ഇന്ന് 70-80 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ സംസാരിക്കുമ്പോൾ 2.1% മാത്രമാണ് ക്രിസ്ത്യാനികളുടെ ഇന്ത്യയിലെ എണ്ണം എന്നുള്ളത് ശതമാനക്കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ ഈ നാട്ടിൽ മുഴുവൻ നടന്ന് മതപരിവർത്തനമാണ് ചെയ്യുന്നത് എങ്കിൽ ഇതിൽ എത്രയോ 10 മടങ്ങ് ജനസംഖ്യ ക്രൈസ്തവരുടെയും കത്തോലിക്കരുടെയും സംഖ്യ വർദ്ധിപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ആരാണ് കണ്ണട ചിരുട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതുകൊണ്ട് തന്നെയും ഇവിടെ വ്യക്തതയോടുകൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. BJPയുടെ പ്രതിനിധി ശ്രീ പത്മനാഭൻ കുറേ നേരം സംസാരിക്കുകയും അവഹേളനപരമായ രീതിയിൽ ചേഷ്ടകൾ കാണിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചർച്ചയുടെ തന്നെയും ലാഘവത്വത്തോടുകൂടെ കാണാൻ വേണ്ടി ശ്രമിച്ചത് ഒട്ടും ശരിയായില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ 2 സഹോദരിമാർ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ 2 സഹോദരിമാർ കെട്ടിച്ചമച്ച ഒരു കേസിന്റെ പുറത്ത് ജയിലിൽ കിടക്കുന്ന ഒരു അവസരമുണ്ടാകുമ്പോൾ എപ്രകാരമാണ് നമുക്ക് പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് ഇപ്രകാരം ലഘൂകരിച്ചുകൊണ്ട് ഹാസ്യാത്മകമായി സംസാരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ സീരിയസ് ആയി അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. CBCI, ഭാരത മെത്രാൻ കത്തോലിക്ക സമിതിയും അതുപോലെ തന്നെയും ഞങ്ങളുടെ ആ സന്യാസിനി സമൂഹത്തിന്റെ അധികാരികളുമായും ഞാൻ സംസാരിച്ചിരുന്നു. റായ്പൂർ രൂപതയിലാണ് ഈ സംവിധാനം നിലനിൽക്കുന്നത്. രൂപത അധികാരികളുമായി സംസാരിച്ചിരുന്നു. പ്രകാരം പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ആൾക്കൂട്ട വിചാരണയും തുടർന്നുള്ള നിയമ നടപടികളും ഉണ്ടായത് എന്ന് പറയുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡിലെ മാത്രം ഈ മതപരിവർത്തന നിരോധന നിയമപ്രകാരം ആണ് കേസെടുക്കാൻ അവർക്ക് സാധിക്കുന്നത്. പക്ഷെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇതിന് പുറത്തേക്ക് ഛത്തീസ്ഗഡിന് പുറത്തേക്ക് പോകും എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്ന ആരോപണം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള ഈ വീഡിയോ സംസാരിക്കുന്ന തെളിവാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഇതിൽ കാണുന്ന ബജ്രംഗ് ദളിന്റെ പ്രവർത്തകയായ ഒരു സ്ത്രീ അവിടുത്തെ നേതാവാണെന്ന് പറയുന്നു. അവര് ഈ പെൺകുട്ടിയെയും അതുപോലെ തന്നെ കന്യാസ്ത്രീമാരെയും ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെയും വീഡിയോ ദൃശ്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് വീഡിയോ ദൃശ്യങ്ങൾ ഒരിക്കലും കളവ് പറയില്ലല്ലോ. അപ്പൊ ഇപ്രകാരം ആ കുട്ടികളെ 19 വയസ്സിനും 22 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 3ഓളം കുട്ടികളെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് അവരിൽ നിന്ന് മൊഴി മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്രകാരം ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്രകാരം ഒരു സ്ത്രീക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തേണ്ട ഒരു യാഥാർത്ഥ്യമല്ലേ? ഇപ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് വഴിയായി ഇന്ന് നമ്മുടെ മതേതര ഭരണഘടന വലിയ അപകടത്തിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല. പ്രശ്നങ്ങൾ കാരണം അങ്ങേക്ക് കേൾക്കാൻ കഴിയാതെ പോവുകയാണ് ഉണ്ടായത്. ഞാൻ അങ്ങയോട് ആദ്യം ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആദ്യമേ ഇവർ ആരോപിച്ച കുറ്റം എന്താണെന്ന് അറിയാവോ? മതപരിവർത്തനമാണ്. മതപരിവർത്തനം എന്നുള്ളത് ക്രിസ്ത്യാനികളായ പെൺകുട്ടികൾ മേലെ എപ്രകാരമാണ് ആരോപിക്കാൻ സാധിക്കുക? അത് വിലപ്പോകില്ല എന്ന് കണ്ടപ്പോഴാണ് ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരുടെ ആക്രോശത്തിന് വശമുതരായി അവിടുത്തെ പോലീസ് നിയമ സംവിധാനങ്ങൾ ഇപ്രകാരം മനുഷ്യക്കടത്ത് എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്, FIR ഇട്ടിരിക്കുന്നത്. അതുവഴിയായി യാതൊരു തെറ്റും ചെയ്തിട്ടില്ലാത്ത 2 കന്യാസ്ത്രീകൾ, അതായത് മാതാപിതാക്കന്മാരുടെ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത് എന്ന സമ്മതപത്രം കൃത്യമായി കാണിച്ചിട്ടും കന്യാസ്ത്രീമാരുടെ കയ്യിൽ ഞങ്ങളുടെ ടിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇപ്രകാരം നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്നത്?